നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയും പഠനോത്സവവും റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ നിന്നുള്ള 4123 പട്ടയപേക്ഷകൾ കേന്ദ്ര അനുമതിക്കായി മാർച്ച് 31-നകം പരിവേഷ് പോർട്ടലിൽ സമർപ്പിക്കുമെന്ന് മന്ത്രി K. രാജൻ. പാണഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി PC ഡാമിലേക്ക് നടത്തിയ മാർച്ചും ധർണയും മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡല പട്ടയ അസംബ്ലി റവന്യൂ വകുപ്പ് മന്ത്രി K. രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 8.5 വർഷം കൊണ്ട് 3,66,000 പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും ഈ വർഷം 5 ലക്ഷം പട്ടയങ്ങളുടെ വിതരണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. മണ്ണുത്തിയിൽ നടന്ന ഒല്ലൂർ നിയോജക മണ്ഡലം പട്ടയ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചട്ടങ്ങളും നിയമങ്ങളും മനുഷ്യനിർമ്മിതമാണ്. പാവപ്പെട്ട ഒരാൾക്ക് ഭൂമി കൊടുക്കുവാനും അവനെ രേഖ ഉണ്ടാക്കി കൊടുക്കുവാനുമുള്ള ഉത്തോലകങ്ങളാണ് നമ്മുടെ ചട്ടങ്ങളും നിയമങ്ങളും. ആ ചട്ടങ്ങളും നിയമങ്ങളും പാവപ്പെട്ടവന്റെ മുൻപിൽ ചെകുത്താനെ കുരിശു കാണിച്ചു ഓടിക്കുന്നത് പോലെ കുരിശാക്കി അവതരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. മണ്ണുത്തി കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നടന്ന പട്ടയ അസംബ്ലിയിൽ ADMD മുരളി, തൃശൂർ സബ് കളക്ടറും ഒല്ലൂർ നിയോജക മണ്ഡലം നോഡൽ ഓഫീസറുമായ അഖിൽ V. മേനോൻ, ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പാണഞ്ചേരി, പുത്തൂർ, നടത്തറ, മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, LR ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, തഹസിൽദാർ P. ജയശ്രീ തുടങ്ങിയ ഉദ്യോഗസ്ഥർ പട്ടയ അസംബ്ലിയിൽ പങ്കെടുത്തു. എന്ന ഒരു വലിയ ടാർഗറ്റാണ്. ഒരുപക്ഷെ റവന്യൂ വകുപ്പത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഏറ്റവും കഠിനമായ പ്രവർത്തനങ്ങളിലൂടെ ആ പ്രവർത്തന പദ്ധതിയിലേക്ക് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലൊരു പട്ടയ മിഷൻ രൂപീകരിച്ചു. പട്ടയ മിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും പട്ടയം കൊടുക്കാനുള്ള വിവരശേഖരണം ഉൾപ്പെടെ നടത്താനുള്ള വിപുലമായ ഒരു പ്രക്രിയയാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം ഒരുപക്ഷെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നടക്കാത്തതുപോലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാരുടെ അധ്യക്ഷതയിൽ, അത് മുഖ്യമന്ത്രിയാണെങ്കിലും വെറും MLA ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ആ മണ്ഡലത്തിലുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും, അത് പഞ്ചായത്താകട്ടെ, ബ്ലോക്കാകട്ടെ, ജില്ലയാകട്ടെ, കോർപ്പറേഷനാകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, എല്ലാ ജനപ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന ജനറൽ അസംബ്ലികൾ, പട്ടയ അസംബ്ലികൾ രൂപീകരിക്കുക. പട്ടയ അസംബ്ലികൾ യഥാർത്ഥത്തിൽ നിയമസഭ എന്ന് പറയുന്നത് പോലെ ഒരു ഘടകമാണ്. പട്ടയ അസംബ്ലിയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായും പട്ടയ അസംബ്ലിയെ നിയന്ത്രിക്കാൻ, അഥവാ ഓരോ നിയോജക മണ്ഡലത്തിലെയും പട്ടയ മിഷന്റെ നോഡൽ ഓഫീസറായി തഹസിൽദാരിന് കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക. അവിടെ വരുന്ന പ്രശ്നങ്ങൾ അനലൈസ് ചെയ്ത് താലൂക്കിൽ വിതരണം ചെയ്യാവുന്ന പട്ടയങ്ങളാണെങ്കിൽ താലൂക്കിൽ വിതരണം ചെയ്യുക. 95 ചട്ടപ്രകാരം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പതിവ് കമ്മിറ്റി രൂപീകരിക്കപ്പെടേണ്ട പട്ടയങ്ങളാണെങ്കിൽ അങ്ങനെ വിതരണം ചെയ്യുക. ഇനി ഇവിടെ രണ്ടും പറ്റാതെ സംസ്ഥാന അടിസ്ഥാനത്തിലേക്ക് പോകേണ്ടതാണെങ്കിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലേക്കും സർക്കാരിലേക്കും പോകാൻ പട്ടയ ഡാഷ്ബോർഡ് എന്നൊരു സംവിധാനത്തിൽ എൻ്റർ ചെയ്യുക. ആ പട്ടയ ഡാഷ്ബോർഡിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ നിന്ന് നടത്തേണ്ട കാര്യങ്ങൾ അങ്ങനെ നടത്തണം. സർക്കാരിൽ നിന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാർ ക്ലാരിഫൈ ചെയ്യണം. 4123 വനഭൂമി പട്ടയ അപേക്ഷകൾ കേന്ദ്ര അനുമതിക്കായി മാർച്ച് 31-നകം സമർപ്പിക്കുമെന്ന് മന്ത്രി K. രാജൻ. തൃശൂർ ജില്ലയിൽ നിന്നുള്ള 4123 പട്ടയ അപേക്ഷകൾ കേന്ദ്ര അനുമതിക്കായി മാർച്ച് 31-നകം പരിവേഷ് പോർട്ടലിൽ സമർപ്പിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു.
തൃശൂർ ജില്ലയിലെ വനഭൂമി പട്ടയ അപേക്ഷ പുരോഗതി വിലയിരുത്തുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ വനഭൂമി പട്ടയം നൽകുന്നതിന്റെ ഭാഗമായി വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന പൂർത്തീകരിച്ചിരുന്ന ഫയലുകൾ കേന്ദ്ര അനുമതിക്കായി 1990കളിൽ സമർപ്പിച്ചിരുന്നു. എങ്കിലും ഇംപ്രോപ്പർ എന്ന കുറിപ്പോടെ 2005 തിരിച്ചയക്കുകയായിരുന്നു. പിന്നീട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ന്യൂനതകൾ പരിഹരിക്കുന്നതിനായി തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഓഫീസ് രൂപീകരിക്കുകയും കേന്ദ്രം നിഷ്കർഷിച്ച രീതിയിൽ സർവേ നടത്തി പട്ടയ ഫയലുകൾ ഡിജിറ്റലാക്കി സ്കെച്ച് സഹിതം തയ്യാറാക്കുകയും പർവേഷ് പോർട്ടലിൽ അപ്ലോഡിൽ സജ്ജമാക്കുകയും ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനായി റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി യോഗങ്ങൾ ചേരുകയും പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. കേന്ദ്ര അനുമതി ലഭിച്ച അപേക്ഷകളിൽ പട്ടയ വിതരണത്തിന് നടപടി എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിനും അപേക്ഷകരെ കണ്ടെത്താൻ സാധിക്കാത്ത കേസുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വഴി അവസാന ശ്രമം നടത്തുന്നതിനും മന്ത്രി നിർദ്ദേശം നൽകി. തൃശൂർ ജില്ലയിൽ നിലവിൽ വനഭൂമി കൈവശം വെച്ച് വരുന്നവരുടെ വിവരശേഖരണം പൂർത്തീകരിച്ച 9355 ഫയലുകൾ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളി, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, തഹസിൽദാർമാർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച പഠനോത്സവം 2025ന്റെയും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെയും ജില്ലാതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. പരിഷ്കരിച്ച പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്നതിനും സമഗ്ര പഠന പുരോഗതി ഉറപ്പാക്കുന്നതിനും മുഴുവൻ കുട്ടികളുടെയും അക്കാദമിക് ഗുണനിലവാരം ഉയർത്തുന്നതിനുമുള്ള സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയാണ് സംഘടിപ്പിച്ചത്. കുട്ടികൾ ആർജിച്ച പഠന മികവുകൾ പൊതുസമക്ഷം അവതരിപ്പിക്കുന്ന പഠനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചടങ്ങിൽ നിർവഹിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളെയും മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നിരവധിയായ പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് കേരള ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം, വിദ്യാകിരണം തുടങ്ങിയ ക്രിയാത്മക ഇടപെടലുകളുടെ ഫലമായി പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ലോക നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി K. രാജൻ പറഞ്ഞു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിത, DPC SSK ഡോക്ടർ ബിനോയ് NJ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ രമേശ് NK, ഡയറ്റ് പ്രിൻസിപ്പൽ ശ്രീജ D, DPO ശശിധരൻ, തൃശൂർ DEO ഡോക്ടർ A. അൻസാർ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് വാഹിദ KS, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ പഠന മികവുകൾ അതിഥികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു. എന്താണോ പൊതുസമൂഹത്തിൽ നിന്ന് ആർജിച്ചെടുക്കേണ്ടത് അതെല്ലാം ആർജിച്ചെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മക്കളായി മാറ്റുന്ന വിധത്തിലുള്ള സമഗ്രമായ ഒരു ഗുണമേന്മ പദ്ധതി. പഠിക്കണം എന്നാദ്യം ടീച്ചർമാരെ പഠിപ്പിച്ച് പഠിപ്പിക്കാനുള്ള പഠനം അവർക്കിടയിൽ പൂർത്തിയാക്കി ആധുനിക കാലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പര്യാപ്തമാക്കുന്ന വിധത്തിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ഒരു പദ്ധതി നമ്മളൊക്കെ കുറിച്ചു. നോളജ് എക്കണോമിയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ഒരു കാലമാണിത്. പുതിയതായി വരുന്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വിദ്യാഭ്യാസ സമ്പദ്ഘടനയെ രൂപപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ വിദ്യാഭ്യാസമാകുക എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൻ്റെ ശൈലിയിലും സംസ്കാരത്തിലും മാത്രമല്ല, അവർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ സമ്പത്തിനും വിദ്യാഭ്യാസത്തിനും മാറ്റം വരുത്താം എന്ന പാഠം പഠിക്കുമ്പോൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസം അതിൻ്റെ എല്ലാ വിധത്തിലുമുള്ള ഗുണമേന്മയിലേക്ക് വന്നുചേരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാതിൽപ്പടി സേവനത്തിനായുള്ള 20 വാഹനങ്ങളുടെയും ഹെൽത്ത് സ്ക്വാഡിനായുള്ള പുതിയ വാഹനത്തിന്റെയും ഫ്ളാഗ് ഓഫ് തൃശൂർ മേയർ MK വർഗീസ് നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ സീറോ വേസ്റ്റ് കോർപ്പറേഷൻ ആക്കുക എന്ന ലക്ഷ്യത്തോടെ അതിവേഗം മുന്നോട്ടു പോകുകയാണ്. സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകാവുന്ന പ്രവർത്തനങ്ങളാണ് തൃശൂർ കോർപ്പറേഷൻ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. വീടാന്തരം കയറിയിറങ്ങി അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി ഹരിതകർമ്മസേനയ്ക്ക് 20 വണ്ടികൾ സജ്ജമാക്കിയിരിക്കുകയാണ്.
ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ അവബോധം സൃഷ്ടിക്കുന്നതിനുതകുന്ന തരത്തിലുള്ള ചിത്രങ്ങളും സന്ദേശങ്ങളും വാഹനങ്ങളിൽ ആലേഖനം ചെയ്തതോടൊപ്പം മാലിന്യ സംസ്കരണ സന്ദേശങ്ങളും ഗാനങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനവും ആവശ്യമായ സമയങ്ങളിൽ നിർദ്ദേശം നൽകുന്നതിനുള്ള സംവിധാനങ്ങളും ഈ വാഹനങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി വാഹനം വീടിന്റെ പരിസരത്ത് എത്തിയാൽ ജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഈ 20 വാഹനങ്ങൾ ഉൾപ്പെടെ 37 വാഹനങ്ങളാണ് 55 ഡിവിഷനുകളിൽ ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനത്തിനായി സജ്ജമാക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ തലത്തിൽ ഹെൽത്ത് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിന് അത്യാധുനിക രീതിയിലുള്ള വാഹനവും സജ്ജമാക്കിയിട്ടുണ്ട്. 20 ഹരിതകർമ്മ സേനാ വാഹനങ്ങളുടെയും ഹെൽത്ത് സ്ക്വാഡിനായുള്ള പുതിയ വാഹനത്തിന്റെയും ഫ്ളാഗ് ഓഫ് ഡെപ്യൂട്ടി മേയർ മിസ് ML റോസിയുടെ അധ്യക്ഷതയിൽ തൃശൂർ മേയർ MK വർഗീസ് നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, സാറാമ്മ റോബ്സൺ, മുകേഷ് കൂളപ്പറമ്പിൽ, ഡിവിഷൻ കൌൺസിലറായ പൂർണിമ സുരേഷ്, കൌൺസിലർമാരായ അനൂപ്, ഡേവിസ് കാട, രാധിക അശോകൻ, ലിംന മനോജ്, സജിത ഷിബു, അഡ്വക്കേറ്റ് വില്ലി, ലീല വർഗീസ്, കോർപ്പറേഷൻ സെക്രട്ടറി ഷിബു VP, ക്ലീൻ സിറ്റി മാനേജർ അബ്ദുൾ നാസർ CK, ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. GFC 5 സ്റ്റാർ റേറ്റിംഗ് പ്രവർത്തനവുമായി സഹകരിച്ച സെന്റ് മേരീസ് കോളേജിനും പ്രൈവറ്റ് കോളേജായ പാറമേക്കാവ് കോളേജിനും മെമന്റോ നൽകി ആദരിച്ചു. വിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആത്മനിർവൃതിയിലാണ് വിശ്വാസികൾ. മുല്ലക്കര മുസ്ലിം മഹൽ ജമാത്തിൽ നടന്ന ജുമം ഖുത്ബ നിസ്കാരത്തിനും മഹൽ ഗത്തി കബീർ നിസാമി നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. നിസ്കാരാനന്തരം ദുആ മസ്ലിസും നടന്നു. കേരളത്തിലെ ആശാ വർക്കർമാരുടെ സമരം പോലെ ഖാദി തൊഴിലാളികളെ സമരത്തിലേക്ക് തള്ളിവിടരുതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റ് അഭ്യർത്ഥിച്ചു. ഖാദി തൊഴിലാളികൾക്ക് മിനിമം കൂലിയും ഇൻസെന്റീവും കിട്ടാതായിട്ടും മാസങ്ങൾ പിന്നിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഖാദി തൊഴിലാളികളെ രക്ഷിക്കുവാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കേരള ഖാദി വർക്കേഴ്സ് കോൺഗ്രസിന്റെ ജില്ലാ പ്രവർത്തക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റ്. ജില്ലാ പ്രസിഡന്റ് ജോസഫ് പെരുമ്പള്ളി അധ്യക്ഷത വഹിച്ചു. MP വത്സല, M ശാലിനി, KR രജനി, CV ലില്ലി, T രജനി, ലത, K വിജയലക്ഷ്മി, NM ദേവയാനി, ലളിത, കമലാക്ഷി, ഡെയ്സി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇത് ഓഗസ്റ്റ് 15 ആഗസ്റ്റ് 15 പറയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണക്കാരാണ് ഇപ്പോൾ ഇതിന്റെ അധികാരികളായി മാറിയിരിക്കുന്നത്. അവർക്ക് ഖാദി എന്ന് പറയുന്ന അതൊരു വികാരം, അത് ഒരു ദേശീയ പ്രസ്ഥാനത്തെ പഠിക്കുകയും അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾക്ക് ഖാദി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് അവനൊരു വലിയ വികാരമായിട്ട് തന്നെ അവരുടെ മനസ്സിലെന്നും എടുക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഖാദിയോടുള്ള ആ പ്രിയം ഇന്നും നാട്ടിൽ നിലച്ചു പോയിട്ടില്ല. ഖാദി വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ജോസ്പേട്ടോടെ പറഞ്ഞു സംഘടന ചെറുതാണ് എന്നൊക്കെ പറയാമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു വലിപ്പം, സമൂഹം കൊടുക്കുന്ന അതിൻ്റെ ഒരു ഗ്രേസ് എന്ന് പറയുന്നത് അത് വലിയ. കാരണം മഹാത്മാഗാന്ധിജിയുടെ ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തുടർച്ചയായിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്.
സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പാണഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീച്ചി ഡാമിലേക്ക് മാർച്ച് നടത്തി. മുൻ MLA MP വിൻസെന്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് അധ്യക്ഷം വഹിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പീച്ചി ഡാം അതിന്റെ ഏറ്റവും ശോചനീയമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 9 കൊല്ലമായി ഡാമിന്റെ ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു നടപടിയും നടപ്പിലാക്കുവാൻ MLAയും മന്ത്രിമാരായ കെ രാജനും കഴിഞ്ഞിട്ടില്ല. UDF കാലഘട്ടത്തിൽ നടത്തിവന്നിരുന്ന മഹിമ പീച്ചി മലയോര ഫെസ്റ്റിവൽ പൂർണ്ണമായും ഇല്ലാതായി. ഡാമിനകത്ത് നടപ്പിലാക്കിയ മ്യൂസിക് ഫൗണ്ടൻ, ചിൽഡ്രൻസ് പാർക്ക്, ജലവൈദ്യുതി പദ്ധതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പാടെ തകർത്തു കളഞ്ഞു. അതിനു പുറമെ മനുഷ്യനിർമ്മിത പ്രളയത്തിന് നേതൃത്വം നൽകി ഡാമിലെ വൃന്ദാവനവും ചുറ്റുമതിലുമൊക്കെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ഈ സാഹചര്യത്തിൽ മന്ത്രി കെ രാജന്റെ പീച്ചി ഡാമിനോടുള്ള അവഗണന കണ്ടില്ലെന്ന് നടിക്കുവാൻ കഴിയില്ലെന്നും തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ MP വിൻസെന്റ് പറഞ്ഞു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC അംഗം ലീലാമ തോമസ്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് അൽജു ചാണ്ടി, ഷൈജു കുര്യൻ, KP ചാക്കോച്ചൻ, ബാബു തോമസ്, മിനി നിജോ, ഫസില നിഷാദ്, ഷിബു പോൾ, റിജി പാണങ്കുടി, VB ചന്ദ്രൻ, ബെൻസൺ വർഗീസ്, ജിതിൻ മൈക്കിൾ, ശ്രീജു CS, ജിസൻ സണ്ണി, നിബിൻ, ലിജ, ഹസീന മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ അതിന് ആവശ്യമായ രീതിയിലുണ്ടാക്കിയ കനാലുകൾ അത് വികസിപ്പിച്ചെടുക്കാൻ അതിനാവശ്യമായ ശ്രദ്ധ കൊടുക്കുന്ന കാര്യത്തിൽ ഇവിടെ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. ഇവിടെ ഗാർഡൻ അത് നോക്കാൻ, പരിപാലിക്കാൻ, ശ്രദ്ധിക്കാൻ ഒരു സംവിധാനം ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന DMCക്ക് വളരെ ചുരുക്കം തൊഴിലാളികൾ, അവർക്ക് തുച്ഛമായ വേതനം, വേണ്ട രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ കഴിയാത്ത അവസ്ഥ, അതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് പിന്നീട് വന്ന 5 വർഷക്കാലം ഈ പീച്ചിയെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക്.
പക്ഷികൾക്കായി പാനസ്നാന പാത്രം സ്ഥാപിച്ച വിദ്യാർത്ഥികൾ. മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് LP സ്കൂളിലാണ് പക്ഷികൾക്കായി ദാഹജലം ഒരുക്കിയത്. പ്രധാനാധ്യാപിക CT കൊച്ചുത്രേസ്യ വിദ്യാലയ അങ്കണത്തിൽ സ്ഥാപിച്ച പാത്രങ്ങളിൽ വെള്ളം നിറച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ മേജർ PG സ്റ്റൈജു വിദ്യാർത്ഥികളോട് സംസാരിച്ചു. പദ്ധതി കോർഡിനേറ്റർ V മോണിക്ക തോമസ് വീടുകളിൽ പക്ഷികൾക്കായുള്ള ദാഹജല പദ്ധതി എങ്ങനെ നടപ്പിലാക്കണമെന്ന് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അധ്യാപകരായ ഷിബി ആന്റണി K, ജാസ്മി CA, അനിറ്റ ജോസഫ്, റാണി രേഗൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ 4ാം ക്ലാസ്സുകാരനായ ഗൗരംഗ് ബൈദയുടെ ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള മലയാളത്തിലുള്ള പ്രസംഗം ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളായ ആരുഷ് ചന്ദ്രൻ, ആദിൽ KJ, മുഹമ്മദ് സഹൽ, അനയ കൃഷ്ണ, റയാൻ, ജോനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങൾ ഡോക്ടർ PU മൈത്രി ഉദ്ഘാടനം ചെയ്തു. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശാരദാ ദേവി അധ്യക്ഷം വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ TR മീര മുഖ്യപ്രഭാഷണം നടത്തി. രഞ്ജന ദേവി, K രമ്യ, KP ബീന, P മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ, KCB വർക്കേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. KV ലൈജു സ്വാഗതവും ജിനു K ജോസഫ് നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ജില്ലയിലെ PM GSY പദ്ധതികളുടെ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡുകളുടെ പ്രൊജക്ട് മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്നു. കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക, ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി. ജില്ലയിലെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യ 2 ഗഡുക്കളിൽ പൂർത്തിയായ റോഡുകളുടെ വിവരങ്ങൾ, 3ാം ഘട്ടത്തിലെ പദ്ധതി പുരോഗതി, 4ാം ഘട്ടത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്നിവ അവലോകനം ചെയ്തു. 4ാം ഘട്ടത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 52 റോഡുകളും, ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ 21 റോഡുകളും, ആലത്തൂരിൽ 30 റോഡുകളും ഉൾപ്പെടെ 112.12 കിലോമീറ്ററോളം വരുന്ന 103 റോഡുകളുടെ നിർമ്മാണമാണ് ലക്ഷ്യമിടുന്നത്. യോഗത്തിൽ ജൽ ജീവൻ മിഷൻ, കേരള വാട്ടർ അതോറിറ്റി പദ്ധതികളുടെ അവലോകനവും, റോഡിനെ സ്ഥലം വീതി കൂട്ടി ഏറ്റെടുക്കൽ, വൈദ്യുതി പോസ്റ്റുകളുടെ മാറ്റിസ്ഥാപിക്കൽ എന്നീ വിഷയങ്ങളും ചർച്ച ചെയ്തു. കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാറ സൂര്യ ജോർജ് വിഷയാവതരണം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ, കേരള വാട്ടർ അതോറിറ്റി, KSEB ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, കരാറുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിൽ യൗസേ പിതാവിന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറ്റി. മാർച്ച് 16-നാണ് തിരുനാൾ ആഘോഷം. ഊട്ടുതിരുനാളിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ കൊടിയേറ്റ് ചടങ്ങ് നിർവഹിച്ചു. 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ രാവിലെ 6:30 വിശുദ്ധ കുർബാന, യൂണിറ്റുകളുടെ സമർപ്പണം, കപ്പേളയിൽ ലിതീന്യം, നൊവേന എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്.
തിരുനാൾ ദിനമായ 16-ാം തീയതി രാവിലെ 6:30 കുർബാനയ്ക്ക് ശേഷം ഊട്ടുനേർച്ച ഭക്ഷണം, വെഞ്ചിരിപ്പും വിതരണവും നടത്തും. തുടർന്ന് നടത്തുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് റവറന്റ് ഫാദർ ബിനോയ് ആലപ്പാട്ട് കാർമ്മികത്വം വഹിക്കും. കൈക്കാരന്മാരായ ബിജോ കുര്യൻ മണ്ണാംപറമ്പിൽ, ചാണ്ടി ജോർജ് ചാഴൂർ, ക്ലിന്റ് ബേബി അയനിപ്പുറത്ത്, ജിതിൻ ജോസ് തയ്യിൽ, തിരുനാൾ ജനറൽ കൺവീനർ ബാബു വടക്കൻ, മറ്റ് തിരുനാൾ കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സമകാലീന മ്യൂറൽ ചിത്രകലാകാരന്മാരിൽ ഏറ്റവും ശ്രദ്ധേയരായവരെ ഒരാളായ മണികണ്ഠൻ പുന്നക്കല്ലിന്റെ കലാജീവിതത്തെ ആസ്പദമാക്കി പി. സുരേന്ദ്രൻ രചിച്ച മണിപത്മം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മാർച്ച് 9 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ വായനശാലയിൽ മാർച്ച് 9 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കവിയും ഗാനരചയിതാവും റഫീഖ് അഹമ്മദ് കലാകാരനായ ഡോക്ടർ സദനം ഹരികുമാറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും. ചടങ്ങിൽ കലാനിരൂപകൻ ഷാജു നെല്ലായി വിശിഷ്ടാതിഥിയും സംഗീതജ്ഞനായ ഇ. ജയകൃഷ്ണൻ മുഖ്യാതിഥിയുമായിരിക്കും. സതീഷ് കുമാർ പുസ്തക വിതരണം നടത്തും. പി. സുരേന്ദ്രന്റെ 3ാമത്തെ കലാപഠന ഗ്രന്ഥമാണ് മണിപത്മം. ചാലിശ്ശേരി സ്വദേശിയായ മണികണ്ഠൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഏങ്കക്കാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. നിറച്ചാർത്തിന്റെ സ്ഥാപകാംഗവും ആദ്യകാല ക്യാമ്പുകളുടെ ക്യൂറേറ്ററുമാണ്. വാർത്താ സമ്മേളനത്തിൽ മധു വി. പി, ദാസ് വടക്കാഞ്ചേരി, ബിനിത സന്തോഷ്, അഹമ്മദ് സിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ നഗരത്തിൽ 3 ബൈക്കുകൾക്ക് തീപിടിച്ചു. നായക്കനാലിന് സമീപം ഷൊർണൂർ റോഡിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളാണ് കത്തി നശിച്ചത്. ഇന്നുച്ചയ്ക്ക് 11:45 സംഭവം. ഓടിച്ചെത്തി പാർക്ക് ചെയ്ത ബൈക്കിലായിരുന്നു ആദ്യം തീ പിടിച്ചത്. പിന്നീട് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന 2 ബൈക്കുകളിലേക്കും തീ പടരുകയായിരുന്നു. വിവരമറിഞ്ഞ് തൃശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം 3/4 മണിക്കൂറോളം പണിപ്പെട്ട് തീ അണച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് ബൈക്കിൽ തീ പിടിക്കുവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സമീപത്തുണ്ടായിരുന്ന കാറിലേക്ക് തീ പടരാതിരുന്നത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. ഡിഹൺ ശക്തമായ പരിശോധനകളിലൂടെ വേട്ട തുടരുന്നു. ഹൺ ഓപ്പറേഷനോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ മയക്കുമരുന്നിനെതിരെയുള്ള ശക്തമായ പരിശോധനകൾ നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ സിറ്റിയിലെ വിവിധയിടങ്ങളിലും ശക്തമായ പരിശോധനകൾ നടത്തി. 4 സബ് ഡിവിഷനുകളിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെയും ഇൻസ്പെക്ടർമാരുടെയും നേതൃത്വത്തിൽ K9 സ്ക്വാഡും ലഹരിവിരുദ്ധ സ്ക്വാഡ് ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പരിശോധനകൾ നടത്തിയത്. കുന്നംകുളം അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ്, ഇൻസ്പെക്ടർ ഷാജഹാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കുന്നംകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും, ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ TS സിനോജ്, ഇൻസ്പെക്ടർ K അനിൽകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വടക്കേക്കാട്, മംഗലാംകുന്ന് ജില്ലാ അതിർത്തി പരിസരങ്ങളിലും, തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N ശങ്കരൻ, ഇൻസ്പെക്ടർ MJ ജിജോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ, KSRTC പരിസരം എന്നിവിടങ്ങളിലും, ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുധീരൻ SP, ഇൻസ്പെക്ടർ വിമോദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒല്ലൂർ പരിസരങ്ങളിലും, PG SHO ഹാർഷിത് മീന IPS എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ അതിർത്തി പ്രദേശമായ വാണിയമ്പാറ പരിസര പ്രദേശങ്ങളിലുമാണ് പരിശോധനകൾ നടന്നത്. പരിശോധനയുടെ ഭാഗമായി കുന്നംകുളത്ത് 12, തൃശൂർ 6, ഗുരുവായൂർ 16, ഒല്ലൂർ 25 വാഹനങ്ങൾ പരിശോധിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ നടക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ RIPS അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയും പഠനോത്സവവും റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ നിന്നുള്ള 4123 പട്ടയ കേന്ദ്ര അനുമതിക്കായി മാർച്ച് 31 പരിവേഷ് പോർട്ടലിൽ സമർപ്പിക്കുമെന്ന് മന്ത്രി K രാജൻ. പാണഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി PC ഡാമിലേക്ക് നടത്തിയ മാർച്ചും ധർണയും മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ നിയോജക മണ്ഡല പട്ടയ അസംബ്ലി റവന്യൂ വകുപ്പ് മന്ത്രി K രാജന്റെ അധ്യക്ഷതയിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.